ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ വാഹനം നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വളരെ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളൊക്കെ വാഹനമൊക്കെ മേടിച്ചിട്ട് വിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ യൂസ്ഡ് കാറിന്റെ ഷോറൂമിൽ നമ്മൾ വാഹനം കൊടുത്തിട്ട് പുതിയ വണ്ടി മേടിക്കുന്ന രീതികളുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ വാഹനം കൊടുക്കുന്ന രീതികളുണ്ട്. എന്നാൽ ഇങ്ങനെ വാഹനമൊക്കെ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പല ആൾക്കാരും ചെയ്യാത്തത് കൊണ്ട് തന്നെ കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യങ്ങൾ പല ആൾക്കാർക്കും സംഭവിക്കാറുണ്ട്. അതായത് നല്ല രീതിയിലുള്ള പണി കിട്ടാറുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു വാഹന വിൽപ്പന കരാറ് ഉടമ്പടി മാത്രം വെച്ചുകൊണ്ട് ഒരു വാഹനം വിൽക്കുന്നത് ശരിക്കും ശരിയല്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ കരാറിന് കോടതിയിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേക ഒരു വാലിഡിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒരു കാരണവശാലും ഉണ്ടാകില്ല. വാഹനം വിൽക്കുന്ന സമയത്ത് നിയമപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വാഹനം കൊടുക്കുന്ന സമയത്ത് സാധാരണ സംഭവിക്കുന്ന ഒരു അബദ്ധം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, വാഹന വിൽപ്പന കരാർ ഉടമ്പടി എഴുതിയത് കൊണ്ട് എന്ത് ചെയ്യും, RC ബുക്കും മറ്റു രേഖകളും വാഹനം മേടിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന സമയത്ത് മേടിക്കുന്ന ആൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ RCയിലെ പേര് മാറ്റിക്കോളാം, നിങ്ങൾ തന്നോളൂ എന്ന് പറയും. അത് ചിലപ്പം വാഹനം മേടിക്കുന്നത് മറ്റൊരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാഹന വിൽപ്പന നടത്തുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ഷോറൂമിലായിരിക്കും നമ്മൾ വാഹനം കൊടുക്കുന്നത്. എന്നാൽ ഒരു വാഹന വിൽപ്പന നടത്തുന്ന ആൾ അല്ലെങ്കിൽ യൂസ്ഡ് ഷോറൂമിൽ നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ മേടിച്ച ആൾ RC ബുക്കിലെ പേര് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കും ഈ ഓണർഷിപ്പ് കിടക്കുന്നത്. ഈ വാഹനം മറ്റൊരാൾക്കും വിൽക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെ ഈ വാഹനം കൈമാറി പോകുന്ന സമയത്തും ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ പേരിൽ കിടക്കും. അപ്പോൾ ഇത് മുഖാന്തരം സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കേസ് നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ വാഹനത്തിൽ ഒരു കാരണവശാലും കയറ്റാൻ പാടില്ലാത്ത വസ്തുക്കൾ, ഉദാഹരണം പറയാം കഞ്ചാവോ മയക്കുമരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റു ആൾക്കാർ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് കൃത്യമായിട്ടും വരും. ഇപ്പോൾ വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പെറ്റികൾ വരുന്ന ക്യാമറ ഫൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ഫോൺ നമ്പറിൽ OTP ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വാഹനം ഒരുപാട് കൈമാറിപ്പോയി കഴിഞ്ഞാൽ വാഹനം എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. ചില ആൾക്കാർ വാഹനം കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി വണ്ടി വിൽക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ വളരെ ദൂരെ നിന്ന് വന്നായിരിക്കും നമ്മുടെ ഒരു വണ്ടി ഒരാൾ കണ്ട് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു വാഹന വിൽപ്പന കരാർ ഉടമ്പടി മുഖാന്തരം വണ്ടി ഒരു കാരണവശാലും കൊടുത്തു വിടാനായിട്ട് പാടില്ല. കാരണം മേടിക്കുന്ന ആൾ എവിടുന്ന് വരുന്നു, എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല. അവർ മേടിച്ച് എടുത്തോണ്ട് പോയി തൊട്ടടുത്ത നിമിഷം അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വാഹനം കൊടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, RC ഓണറിന്റെ പേര് നിർബന്ധമായിട്ട് മാറി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ വാഹനം കൊടുക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ സാരഥി പരിവാഹൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിലൂടെ നമുക്ക് ഓൺലൈൻ വഴി വാഹനം വിൽക്കുന്ന സമയത്ത് നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നിയമപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, നിങ്ങളുടെ വാഹനം മറ്റൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് മേടിക്കുന്ന ആളുടെ ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടായിരിക്കണം. ഇതിൽ പ്രധാനമായിട്ടും ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മേടിക്കുന്ന ആളുടെ പേരിലേക്ക് വാഹനത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ പ്രധാനമായിട്ടും ആധാർ കാർഡ് ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡും കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമ്മളൊരു വാഹനം വിൽക്കുന്ന സമയത്ത് നിയമപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടി വിൽക്കാൻ തീരുമാനിച്ചാൽ, കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ RT ഓഫീസിൽ അറിയിക്കണമെന്നുള്ളതാണ്. അത് നമുക്ക് ഓൺലൈൻ വഴി സാരഥി പരിവാഹൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സൈറ്റ് വഴി നമുക്ക് വാഹന സംബന്ധിച്ച് പേര് മാറുന്നത്, ഇങ്ങനെയുള്ള ലൈസൻസ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ചെയ്യുന്നത്. ഈ ഒരു സൈറ്റ് വഴി നമുക്ക് കൃത്യമായിട്ടും ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് ഫോം 29 ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം വാഹനം മേടിക്കുന്ന ആള് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫോം 30 കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് ഫില്ല് ചെയ്ത് ആധാർ വഴി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടും ഓൺലൈനിലേക്ക് ഇത് എത്തുകയും അവരത് വെരിഫൈ ചെയ്യുകയും കൃത്യമായിട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ, ഏകദേശം ഒരു 30 ദിവസത്തിനുള്ളിൽ വാഹനത്തിന്റെ പേര് മാറി മേടിക്കുന്ന ആളുടെ പേരിലേക്ക് വാഹനം മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വാഹനം വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓൺലൈൻ വഴി സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ അക്ഷയയോ ഈ സേവാ കേന്ദ്രം വഴിയോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയും.
ഇത്തരത്തിൽ വാഹനം വിൽക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട രേഖകൾ എന്തെല്ലാമാണ്, അതായത് വാഹനം മേടിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട രേഖകൾ എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഓൺലൈനിൽ പേര് മാറാനായിട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റെസിപ്റ്റ് അവർക്ക് കൊടുക്കാനായിട്ട് കഴിയും. RC ബുക്കിൻ്റെ കോപ്പിയും ഇൻഷുറൻസിൻ്റെ കോപ്പിയും കൊടുക്കുക. ഒറിജിനൽ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല, കാരണം പേര് മാറി അവരുടെ അഡ്രസ്സിലേക്ക് പുതിയ RC ബുക്ക് വന്നോളും. അതുപോലെ തന്നെ വാഹനം വിൽക്കുന്ന സമയത്ത് ചിലർ ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്. അതായത് വാഹനത്തിന് ഫിനാൻസ് ഉള്ള വണ്ടിയായിരിക്കും, ഫിനാൻസ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും, ഫിനാൻസ് നിലനിർത്തിക്കൊണ്ട് മറ്റൊരാൾക്ക് വാഹനം കൊടുക്കും. എന്നിട്ട് മേടിക്കുന്ന ആളോട് ഇത് നിങ്ങൾ അടച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഫിനാൻസ് നിലനിർത്തി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരിലായിരിക്കും വണ്ടി, നിങ്ങളുടെ പേരിലായിരിക്കും ഫിനാൻസും കിടക്കുന്നത്. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ മറ്റോ കാര്യങ്ങളോ ഉണ്ടായാൽ ഓണർഷിപ്പ് നിങ്ങളുടെ പേരിലായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കുക. ഇത്തിരി സാമ്പത്തിക നഷ്ടമൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെങ്കിൽ ഫിനാൻസ് ക്ലോസ് ചെയ്ത് നിങ്ങൾ വാഹനം മറ്റൊരാളുടെ പേരിലേക്കാക്കി തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് വാഹനം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക.